ജമീൻ എക് സ്ലേറ്റ് കാ നാം ഹെ. ഇത് ഏകാന്ത് ശ്രീവാസ്തവിന്റെ ആത്മകഥയാണ്. അപ്പോൾ ലേഖന്റെ അച്ഛൻ എന്താണ്, ഒരു കർഷകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃഷിഭൂമിയെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്താണ് അവരുടെ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സ്ഥലം വിൽക്കേണ്ടി വരികയാണ്. അപ്പം ലേഖന്റെ അച്ഛൻ അനുഭവപ്പെടുന്ന ദുഃഖമാണ് ഈ ആത്മകഥയിലുള്ളത്. അതുപോലെ തന്നെ അച്ഛനെ പോലെ തന്നെ ലേഖകനും ഈ സ്ഥലവുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു. അതായത് ലേഖൻ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന സ്ഥലമാണ് ഈ കൃഷിഭൂമി. അപ്പോൾ അദ്ദേഹത്തിന്റെ ബാല്യകാല സ്മരണകളൊക്കെ ഉള്ള ഈ സ്ഥലം വിൽക്കുന്നതിൽ ലേഖകനും ദുഃഖമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഈ ചാപ്റ്ററിലേക്ക് പോവാം. 30 अप्रैल को मेरी तदत्त सेवा समाप्त कर दी गई और मैं बोरिया बिस्तर समेटकर अम्मा सहित बिलासपुर आ गया था. അപ്പോൾ 30 ഏപ്രിൽക്ക് ഏപ്രിൽ 30-ന് മേരി തദർത്ത് സേവ സമാപ്കർ, എൻ്റെ പ്രത്യേക സേവനം അവസാനിപ്പിച്ചുകൊണ്ട്, ബോരിയ ബിസ്തർ സമേഡ്കർ, കിടക്കയും പായയും എടുത്ത്, അമ്മ സഹിത് അമ്മയും കൂട്ടി, ബിലാസ്പൂർ ആകയാത, അമ്മയോടൊപ്പം എവിടെ എത്തുകയാണ്, ബിലാസ്പൂരിൽ വന്നു. ചോട്ടാ ഭായി ഗുഡു ലിവാനെ ആയാത, അതായത് ഇളയ സഹോദരൻ ഗുഡു ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു. താക്കി എന്തെന്നാൽ സാമാലാനേമേം അഖേലെ മുജെ കഠിനായി നഹോ, ഈ സാധനങ്ങളെല്ലാം ഒറ്റക്കെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാവും എന്നതിനാൽ ഇളയ സഹോദരൻ ഗുഡു എന്താണ് ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരുന്നു. സാമാലാന ഇസ്ലിയെ ജരൂരീതി, ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ ഞാൻ നിർബന്ധിതനായിരുന്നു. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ എന്താണ്, അകലെ വർഷ പുനഃസാക്ഷാത്കാർ മേ ചുൻ ഹി ലിയ ജാവു ഇസ്കി ഗ്യാരണ്ടി നഹീദി, അടുത്ത വർഷം നടക്കുന്ന ഇന്റർവ്യൂവിൽ ഞാൻ തന്നെ തിരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുക്കാൻ ഞാൻ നിർബന്ധിതനായിരുന്നു. ബിലാസ്പൂർ കെ ഘർ മേം താല ലഗാക്കർ സാരാ പരിവാർ ഗാവ് പഹുഞ്ച, ബിലാസ്പൂരിലുള്ള വീട്ട് അടിച്ചു പൂട്ടിയിട്ട് എല്ലാ കുടുംബാംഗങ്ങളും സാരാ പരിവാർ ഗാവ് പഹുഞ്ച, ഗ്രാമത്തിലെത്തി. ഉസ്സേക്ക് ബാദ്, അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഗാവ് കെ ഘർ, ഗ്രാമത്തിലുള്ള വീട്, ലിബായി പുതായി കീതി, വൃത്തിയാക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഗ്രാമത്തിലുള്ള വീട് എന്താണ് വൃത്തിയാക്കുന്നത്. ബഹുത്ത് ദൗഡ് ബാഗ് കെ ബാദ്, ഒരുപാട് എന്താണ് ഓട്ടപ്പാച്ചിലുകൾക്ക് ശേഷം, ജമീൻ കാ ഖരീദാർ മില, ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരാളെ ലഭിക്കുന്നു. 12,000 പ്രതി ഏക്കഡ് കി 10, അതായത് ഏക്കറിന് 12,000 രൂപ എന്ന നിരക്കിൽ ജൈസാക്കി അനുമാനം, അങ്ങനെ അവരെന്താണ് കരാർ ഉറപ്പിക്കുന്നത്. അപ്പോൾ ഏക്കറിന് 12,000 രൂപ എന്ന നിരക്കിൽ ഇവർ ഈ സ്ഥലം വിൽക്കാൻ എന്താണ് കരാറ് ഉറപ്പിച്ചു. കുച്ച് ഓർ കീമത്ത് ആ സക്തി, കുറച്ചുകൂടെ വില ലഭിക്കുമായിരുന്നു. മഗർ, പക്ഷേ മസ്ബൂരി ക ഫൈദ സബി ഉഡാത്തെ ഹെ, എന്നാൽ നിസ്സഹായാവസ്ഥയുടെ ഫലം എന്താണ് അവർ ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഇവരുടെ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് അച്ഛൻ ഈ സ്ഥലം വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അല്ലേ. അപ്പോൾ പെട്ടെന്നായിരുന്നു ഇത്. അപ്പോൾ അവർക്ക് എന്താണ് പൈസ പെട്ടെന്ന് ഉണ്ടാവാൻ ഈ സ്ഥലം വിൽക്കണം. അപ്പോൾ കുറച്ചുകൂടി സമയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി പൈസയ്ക്ക് ഈ സ്ഥലം വിൽക്കാമായിരുന്നു. പക്ഷെ ഈ അവസരം ആര് മുതലെടുക്കുകയാണ്, ഈ സ്ഥലം വാങ്ങാൻ വന്ന ആള് ഇവരുടെ നിസ്സഹായാവസ്ഥ എന്താണ് ചൂഷണം ചെയ്യുകയാണ്. ഓക്കെ, ഹമാരെ പാസ് സമയ നദി, ഞങ്ങളുടെ അടുത്ത് സമയം ഉണ്ടായിരുന്നില്ല. ഷാദിക്ക് തയ്യാരിയാം ഷുരു കർണീതി, കല്യാണത്തിന്റെ തുടക്കങ്ങളൊക്കെ എന്താണ് തുടങ്ങേണ്ടിയിരുന്നു. ഭവിഷ്യനിധി സേബി കുച്ച് 1000 രൂപ പിതാജി നികല, പ്രോവിഡന്റ് ഫണ്ടിൽ നിന്നും കുറച്ച് പൈസ എന്താണ് അച്ഛൻ എടുത്തിരുന്നു. ദീദി ബഹുത്ത് ഭാവുക് ഹോഗി, അതായത് ചേച്ചി എന്താണ് വളരെ ഇമോഷണൽ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഓർ ബാത് മേ ഡോ പഴുത്തീതി, സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. മണ്ഡപ് ലഗാ ദിയാ ഗയാദ, വിവാഹ മണ്ഡലം ഒരുക്കേണ്ടിയിരുന്നു. ഷാദിക്ക് കാർഡ് ചപ് ഗയി, കല്യാണത്തിന്റെ കത്തുകളെല്ലാം അച്ചടിച്ചു. മെഹ്മാൻ ആനെ ലതി, അതിഥികളെല്ലാം വന്നു തുടങ്ങി. ഹൽദി തേൽ ചടാനെ ശുരു ഹോഗയി, മഞ്ഞൾ പൂശുന്ന ചടങ്ങൊക്കെ തുടങ്ങി കഴിഞ്ഞിരുന്നു. ഹം സബ് വ്യവസ്ഥാസെ സന്തുഷ്ടിത, ഞങ്ങളെല്ലാം ഈ എന്താണ് കല്യാണത്തിന്റെ ഈ ചടങ്ങുകളിലെല്ലാം സന്തുഷ്ടരായിരുന്നു. പക്ഷേ മൻ ജൈസെ അബീസെ ഗാലി ഓർ ഉദാസ്ത, പക്ഷെ മനസ്സെന്തായിരുന്നു ഒരു ശൂന്യതയായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് ഉള്ളിൽ അവർക്ക് സന്തോഷമൊന്നുമില്ല, പക്ഷെ പുറമെ എല്ലാവരും എന്താണ് വളരെ സന്തോഷമാണെന്ന് അഭിനയിക്കുകയായിരുന്നു. ജോ ഉപസ്ഥിതി ഉസ്കി അനുപസ്ഥിതി അഭീസെ ദിൽമേ ഗർക്കർ ഗൈതി, ഉണ്ടായിരുന്ന എന്തോ ഒന്നിന്റെ അസാന്നിധ്യം ഇപ്പോൾ തന്നെ മനസ്സിൽ അനുഭവപ്പെട്ടു.
ജിസ് ദിൻ ജമീൻ കി രജിസ്ട്രി ഹോനി ദി, ഏത് ദിവസമാണോ ഭൂമിയുടെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്, ഉസ്കെ ഏക് ദിൻ പഹലെ, അതിൻ്റെ ഒരു ദിവസം മുമ്പ് തന്നെ, അതിൻ്റെ തലേന്ന് തന്നെ, പിതാജിനെ മുझे अपने साथ गेट चलने को कहा, എന്താണ് അച്ഛന് അദ്ദേഹത്തിൻ്റെ കൂടെ എന്താണ് ഈ വയലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലേഖനോട് പറയുകയാണ്. അപ്പോൾ രജിസ്ട്രേഷൻ്റെ ഒരു ദിവസം മുമ്പ് തന്നെ വയലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അച്ഛന് ലേഖനോട് പറയുന്നു. ഗർമേ മേഹ്മാൻ്റെ, വീട്ടിൽ എന്താണ് അതിഥികളുണ്ടായിരുന്നു. ഓർ വിവാഹത്തെ സംബന്ധിച്ച് ജരൂർ കാമ്പി, വിവാഹത്തോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. മേ ഇസ് അപ്രതീക്ഷിത പ്രസ്താവ് സെ കുച്ച് ചകിത് ഹുവ, അപ്പോൾ അച്ഛൻ്റെ ഈ എന്താണ് വിചാരിക്കാതെ ഉണ്ടായിരുന്ന പെട്ടെന്നുണ്ടായിരുന്ന ഈ എന്താണ് മാറ്റത്തിൽ ലേഖകന് അത്ഭുതപ്പെടുന്നു. ഏക് ദോ ദിൻ ബാദ് കബി ചലേഗെ പിതാജി, അപ്പോൾ ലേഖൻ എന്താ പറയുന്നത്, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ അച്ഛ എന്നാണ് ആര് ചോദിക്കുന്നത്, ലേഖൻ ചോദിക്കുന്നത്. കൽ രജിസ്ട്രി കെ ബാദ് വ ജമീൻ അപ്നി കഹാ രജായേഗി, അപ്പോൾ നാളെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമി എങ്ങനെയാണ് നമ്മുടെ ആവുക. ഫിർ ദൂസരോ കി ജമീൻ മേ ക്യാ ജാന, പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അത് മറ്റൊരാളുടെ ഭൂമിയാണ്. അപ്പോൾ അവിടെ പോകുന്നതിൽ എന്തർത്ഥമാണുള്ളത്. വേ ധീരെ സെ ബോല, അപ്പോൾ എന്താണ് അച്ഛൻ പതുക്കെ പറഞ്ഞു. യഹ് വാക്യം മുझे ആക്കർ കരുതിയ, അപ്പോൾ അച്ഛൻ്റെ ഈ വാക്കുകൾ ലേഖകനെ മുറിവേൽപ്പിക്കുന്നു. അപ്പോൾ ഈ ഭൂമി വിൽക്കുന്നതിലുള്ള അച്ഛൻ്റെ ദുഃഖം ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അല്ലേ. അപ്പോൾ രജിസ്ട്രേഷൻ വരെ നമ്മളെ ഭൂമിയുള്ളൂ, അത് കഴിഞ്ഞാൽ അത് മറ്റൊരാളുടെ ഭൂമിയാണ്. ആ സ്ഥലത്ത് പിന്നെ പോകുന്നതിൽ എന്തർത്ഥമാണെന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. ഓക്കെ, उनके पिड़ा में समझ रहा था मुझे खुद बहुत अच्छा नहीं लगा रहा, അപ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ ആ ദുഃഖം ലേഖന് മനസ്സിലാക്കാമായിരുന്നു. ലേഖകനും ഈ സ്ഥലം വിൽക്കുന്നതിൽ എന്താണ് വലിയ താല്പര്യമൊന്നുമില്ല, ലേഖനും എന്താണ് ദുഃഖമാണ്. ഗേത്തോമേ പഹൂജ്കർ വേ സൂര്യാസ്ത തക്ക് ഉൻ ഗേത്തോമേ ടഹൽത്തെ രഹേദേ, അപ്പം വയലിലെത്തി, അതായത് കൃഷിസ്ഥലത്തെത്തി അച്ഛന് സൂര്യാസ്തമയത്തോളം ആ വയലിൽ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജോ ബിഖ്നെ വാലേദേ, അപ്പോൾ എന്താണ് നിശബ്ദനായിരുന്നു. അപ്പോൾ നിശബ്ദനായിക്കൊണ്ട് അച്ഛന് സൂര്യാസ്തമയം വരെ ആ വയലിൽ കൃഷിസ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെറുതെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുച്ച് ബോൽ നഹി രഹേദേ, ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. മഗർ ഉൻകെ ഭീതർ കാ ഹാഹാക്കർ മേരി സമജ് മേം ആ ഗയാത, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ നിശബ്ദതക്കുള്ളിൽ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന ദുഃഖം എന്നാണ് ലേഖന് മനസ്സിലാക്കാമായിരുന്നു. മേനെ ചൂക്കർ മിട്ടി കോ ചുവാം, അദ്ദേഹം കുനിഞ്ഞിരുന്ന് എന്താണ് ആ മണ്ണ് സ്പർശിച്ചു അല്ലേ, അവരുടെ ഭൂമിയിലുള്ള ആ മണ്ണ് സ്പർശിച്ചു. चुपचाप पिताजी के देखकर बकर क्या ज़मीन एक स्लेट का नाम है जिस पर हमारे बचपन की कविता लिखी है. ലേഖൻ എന്താണ് ആ മണ്ണ് തൊട്ടിങ്ങനെയാണ് ചോദിക്കുന്നത്, അല്ല ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മളെ ബാല്യകാല സ്മരണകൾ എഴുതിയിട്ടുള്ള ഒരു സ്ലേറ്റിൻ്റെ പേരാണോ. യാ അല്ലെങ്കിൽ ഷായദ് ഏക് ഫൂൽ ഖാ നാം ജിസ്കെ രംഗ് മേം ഹമാരെ രക്ത് കി ചമക് ഹെ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ രക്തത്തിൻ്റെ കളറുള്ള ഒരു നിറമുള്ള ഒരു പൂവിൻ്റെ പേരാണോ ഈ ഭൂമി എന്ന് പറയുന്നത്. അഖിലേ ദിൻ രജിസ്ട്രി തക്ക് പിതാജി ഗാമോഷ് രേ, പിറ്റേ ദിവസം രജിസ്ട്രേഷൻ വരെ അച്ഛൻ എന്തായിരുന്നു, ഒന്നും മിണ്ടിയിരുന്നില്ല, നിശബ്ദനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഹാ ഹാ കർണേ ഹുയെ, വെറുതെ ഇങ്ങനെ എന്ത് ചോദിച്ചാലും വെറുതെ ഇങ്ങനെ മൂളുകയാണ് ഉണ്ടായിരുന്നത്. മെഹ്മാൻ കി സാബ്നെ, അതിഥികളുടെ മുമ്പിൽ പോലും ഔപചാരികത നിബാനെ കഠിൻ ഹോ ഗയാത, എന്താണ് ഔപചാരികതയുടെ പേരിൽ വെറുതെ എങ്ങനെ ചിരിക്കുകയായിരുന്നു, അഭിനയിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. കേഷ് ഗിനക്കർ ലേലിയ, പൈസയൊക്കെ എണ്ണി വാങ്ങി. പിതാജിൻ്റെ രജിസ്ട്രിക്ക് കാഗസാത്ത് പർ ഹസ്താക്ഷർ കർദിയ, രജിസ്ട്രേഷൻ്റെ ആ പേപ്പറുകളെല്ലാം അച്ഛൻ എന്താണ് ഒപ്പിട്ടു. മേൻ ജമീൻ നെഹി ബേസ്ത, ഞാൻ എന്താണ് കൃഷിഭൂമി അല്ല, എന്താണ് ഈ ഭൂമി അല്ല ഞാൻ വിൽക്കുന്നത്. ബേസ്താഹു ഹൃദയ് അപ്നി ഛാത്തി സേ കാഡ്കർ, തൻ്റെ നെഞ്ചിൽ നിന്നും മുറിച്ചെടുത്ത തൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ വിൽക്കുന്നത് എന്നാണ് അച്ഛൻ പറയുന്നത്. ജിസ് പർ ഖിർ കർ ഛിലെ മേരെ ഘുടന ഉസ് ധൂൽ ഔർ ഇസ് രക്ത് കാ പ്യാർ മേം ബേച്താ ഹൂ, ഞാൻ എന്താണ് വിൽക്കുന്നത്, ഈ ഭൂമിയിൽ ഞാൻ വീണപ്പോൾ എന്താണ് എൻ്റെ മുട്ടിൽ നിന്നും എന്താണ് തൊലി ഉരിഞ്ഞിട്ടുണ്ട്, ആ തൊലിയും ആ പൊടിയോടും ഈ രക്തത്തോടുള്ള സ്നേഹമാണ് ഞാൻ വിൽക്കുന്നത്.
बेचता हूँ पानी में डूबी धान की जड़ों की गीली सुगंध अपनी सांसों से छीन कर. പിന്നെന്താണ് പറയുന്നത്? എന്താണ് വിൽക്കുന്നത്? വെള്ളത്തിൽ നിന്നും വീണു കുതിർന്ന നെൽച്ചെടിയുടെ നനവാർന്ന സുഗന്ധം എൻ്റെ ശ്വാസത്തിൽ നിന്നും വേർപ്പെടുത്തി ഞാൻ വിൽക്കുകയാണ്. അതാണ് പറയുന്നത് മേ അപ്പനി സാസോസെ ചീൻകർ, ശ്വാസത്തിൽ നിന്നും വേർപ്പെടുത്തി ഞാൻ എന്താണ് വിൽക്കുകയാണ്. मैं पेड़ की तरह കടക്കർ गिरता हूँ दुनिया के हाट में बेमोल. പിന്നെന്താണ് പറയുന്നത്? ലോകമാവുന്ന ചന്തയിൽ വിലയില്ലാത്ത മരം പോലെ ഞാൻ മുറിഞ്ഞു വീഴുകയാണ്. മേഘ की तरह बरसाकर होता हूँ गाली मैं जमीन नहीं बेचता हूँ आगे. പിന്നെന്താണ്? മേഘം പെയ്തൊഴിയുന്നത് പോലെ എൻ്റെ ഹൃദയവും ശൂന്യമായിരിക്കുന്നു. ഞാൻ നിലമല്ല വിൽക്കുന്നത്, കണ്ണീരും സ്വപ്നങ്ങളും കൊണ്ടു നിറഞ്ഞ എൻ്റെ 2 കണ്ണുകളാണ്. ജൽ ഔർ സ്വപ്ന സെ ഭരി ഹുയി അപ്നി ഹുയി അദദ് ആങ്കെ. അതായത് എന്താണ്? അതാണ് പറയുന്നത് കണ്ണീരും സ്വപ്നങ്ങളും കൊണ്ട് നിറഞ്ഞ എൻ്റെ 2 കണ്ണുകളാണ് അല്ലേ ഞാൻ വിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ബേട്ടിക്ക് വിദ ഹോനെ മേ അഭി 2-4 ദിൻ വക്തുത. അപ്പം മകളെ യാത്രയാക്കുന്നതിൽ ഇനിയും എന്താണ് 4 ദിവസമുണ്ട്. മഗർ പക്ഷേ ജമീൻ കി വിദായി ആജ് ഹി ഹോ രഹി ഹെ. പക്ഷെങ്കിലും എന്താണ് ഭൂമിയുടെ യാത്രയപ്പ് ഇന്നാണ് അല്ലേ. പിതാജിക്ക് സൂഗെ ആൻസു കോ കോൺ ദേഖ് സക്താ താ. അപ്പം എന്താണ് അച്ഛൻ്റെ വരണ്ട കണ്ണുകളിലേക്ക് ആർക്ക് നോക്കാൻ കഴിയും? കോൺ സുൻ സക്താ താ ഉസ്കെ നിശബ്ദ വിലാപ് കോ. ആര് കേൾക്കാനാണ് അദ്ദേഹത്തിൻ്റെ നിശബ്ദമായ വിലാപം? ആർക്ക് കേൾക്കാൻ കഴിയും? ഇതാണ് ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹെ എന്ന് പറയുന്ന ആത്മകഥ.